സർ. നിക്ക് പ്രതാപ, ഞാനൊന്ന് പറയട്ടെ. ഇനി എന്ത് പറയാൻ? ഒന്നും പറയണ്ട, വാ ഇറങ്ങാൻ. നിക്ക് പ്രതാപ. നീ ഇന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ആളാ. മുൻ മന്ത്രിയാ. അതിന് വാടക വീടൊക്കെ അന്വേഷിച്ച് നടന്ന നാട് മുഴുവൻ അറിയും. ചാനലായ ചാനൽ മുഴുവൻ വാർത്തയോ ആവും. മുൻ ഭാര്യ വന്ന് മുൻ മന്ത്രി പ്രതാപ വർമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നായിരിക്കും ഇനി ന്യൂസ് പരക്കാൻ പോകുന്നത്. എന്ത് ന്യൂസ് പരന്നാലും സൂര്യമംഗലത്ത് പത്മാവതി ഈ വീട്ടിൽ നിന്ന് പോവാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് പോവാൻ ചേച്ചി. എന്തിനാ ഇവരുടെ മുമ്പിൽ നാണം കെട്ട് ജീവിക്കുന്നത്? ചേച്ചി വന്ന്. നിന്നോടല്ലേ പറഞ്ഞു നിൽക്കാൻ. ഇവളിവിടെ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ. എടാ, ജീവിതത്തിൽ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ പല വെല്ലുവിളികളും ഉണ്ടായെന്ന് വരും. നമ്മള് അതിനെയൊക്കെ നേരിട്ടേ പറ്റൂ. ഇവരുടെ മുന്നിലെ നാണം കെട്ടാലും നാട്ടുകാരുടെ മുന്നിലെ നാണം കെടണ്ടല്ലോ. ആരും ആരുടെ മുന്നിൽ നാണം കെടണ്ട. പ്രതാപവർമ്മയെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ഞാൻ നിങ്ങളുടെ ശത്രുവാണെങ്കിലും എനിക്ക് നിങ്ങൾ ശത്രുവല്ല. എന്റെ അച്ഛന്റെ മാനസപുത്രനായിരുന്നു ഇദ്ദേഹം. അച്ഛൻ വരച്ചിട്ടതാണ് ഇദ്ദേഹത്തിന്റെ ചിത്രം എന്റെ മനസ്സിൽ. അതൊരു മനോഹരമായ പെയിന്റിംഗ് പോലെ എന്റെ മനസ്സില് മരണം വരെ കാണും. എന്റെ മകളെ ഈ വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അംബിക എന്തൊക്കെ പറഞ്ഞു പരത്തിയാലും ഞാൻ ഒരു പുരുഷനെ സ്നേഹിച്ചിട്ടുള്ളൂ, ഒരു പുരുഷനെ സ്പർശിച്ചിട്ടുള്ളൂ. അത് നിങ്ങളെയാ, നിങ്ങളെ മാത്രം. ഈ കുഞ്ഞിനെ നിങ്ങൾ വെറുക്കുക, ഉപദ്രവിക്കുകയോ ചെയ്യരുത്. ഇവള് നിങ്ങളുടെ ചോരയാ. മോള് അച്ഛനോട് വഴക്കുണ്ടാക്കരുത്. അമ്മ ഇറങ്ങോ? അമ്മ എവിടെ നിന്ന് ഇറങ്ങിയ ആ നിമിഷം ഞാനും ഇവിടെ നിന്ന് ഇറങ്ങും. അമ്മ പോവരുത്. അമ്മയുടെ വീടെത്തും. അമ്മ ഇവിടെ തന്നെ ഉണ്ടാവണം.